അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് കഴിഞ്ഞൊരു വീഡിയോൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കേസ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ശിവകാശിയിൽ നിന്ന് കുറച്ച് പടക്കം വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എന്താ പറയുക റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഒരു 10,000 മേലെ വ്യൂ പോയി. 300 ആളുടെ അടുത്തേക്ക് ഇപ്പോൾ കമൻറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ട് കേസ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ച അതിനുള്ളൊരു റിപ്ലൈ ആണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞാൻ ഓൺലൈനിലായിട്ട് ഈ ക്രാക്കേഴ്സ് ഓർഡർ ചെയ്തത്, അത് വരാൻ എത്ര ദിവസം എടുത്തു, അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുമോ, പടക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഡെലിവറിക്ക് ചാർജ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് നമ്മൾ കാണിക്കാം കേട്ടോ ഗൈസ്. അതിൻ്റെ കമൻറ്റുകളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ കമൻറ്റുകളോടുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ, കമൻറ്റുകൾക്കുള്ളൊരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോണിറ്റൈസേഷന് ശേഷം എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് നന്നായി പോയത് ഈ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലായിട്ട് ക്രാക്കേഴ്സ് ബുക്ക് ചെയ്യണത്, അത് നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ആണ് എനിക്ക് എന്താണ് സംഭവിച്ചത്. വീഡിയോ ഞാൻ ഓൺലൈനിൽ എങ്ങനെയാണ് അത് ബുക്ക് ചെയ്തത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിൽ ഈ ക്രാക്കേഴ്സ് ബുക്ക് ചെയ്യണത്, അത് വരുന്ന വരെയുള്ള ഒരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര രൂപ അതിൻ്റെ ഡെലിവറി ചാർജ് ആവും, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പടക്കങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് പടക്കങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഈ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ, നമുക്ക് കിട്ടുമോ എന്നൊക്കെ എനിക്ക് വല്ല ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് എന്തായാലും ബുക്ക് ചെയ്തത്. പിന്നെ എന്താ പറയുക, വിഷു ആവാറായല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ഒരുപാട് ഈ പടക്ക കമ്പനികളുണ്ട് ശിവകാശിയിൽ. ഈ കണ്ണൻ ക്രാക്കേഴ്സ്, അയ്യൻ പടക്കം, അങ്ങനെ കുറേ വെറൈറ്റി പേരുകളിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടത് ഈ കണ്ണൻ ക്രാക്കേഴ്സിൻ്റെ ആണ്. അപ്പോൾ കണ്ണൻ ക്രാക്കേഴ്സ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറേ പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലവർ നെഗറ്റീവ് കമൻറ്റും ഉണ്ട് കേട്ടോ, അതിൻ്റെ പടക്കം കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനത്തെ കമൻറ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് വരുത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് കണ്ണൻ ക്രാക്കേഴ്സിന് ഞാൻ ടൈപ്പ് ചെയ്തു കേട്ടോ. കണ്ണൻ ക്രാക്കേഴ്സിന് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നേരിട്ട് അതിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഒക്കെ പടക്കങ്ങളാണെന്നുള്ളൊരു ലിസ്റ്റ് ഫുള്ളായിട്ട് അതിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് അതിൻ്റെ റേറ്റ് ഉണ്ട്, അതിനുള്ള ഡിസ്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് അത്രയ്ക്ക് രൂപയ്ക്കാണ് കിട്ടണമെന്നുണ്ട്, എത്ര എണ്ണം വേണമെന്നുള്ള അതിനെല്ലാം അതിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ ക്ലിക്ക് ചെയ്ത് മേലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഐറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവർ മിനിമം ഒരു 2,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വരുള്ളൂ. അപ്പോൾ 2,000 രൂപയായപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് നിന്നു. അപ്പോൾ കറക്റ്റ് 2,180 രൂപ, അതിൻ്റെ അതൊരു ഫീസും GST ഒക്കെ ചേർത്തിട്ട് 2,180 രൂപ നമുക്ക് അവർക്ക് അയക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഗൂഗിൾ പേയും ഫോൺ പേയും കണ്ണൻ ക്രാക്കേഴ്സിൻ്റെ ഒരുപാട് നമ്മളെ അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ സെൻഡ് ചെയ്തത്. പൈസ സെൻഡ് ചെയ്തതും നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു OTP വന്നു. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞതും പിന്നെ അവർ വിളിച്ചു കഴിഞ്ഞാൽ എത്ര വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാനാകെ പേടിച്ചു, പൈസയും അടച്ചു, ഇനി പണം പോവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ. പിന്നെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ശനിയാഴ്ച ദിവസമായിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞായറാഴ്ച അവർ വിളിച്ചിട്ട് എടുത്തേ ഇല്ല കേട്ടോ. പിന്നെ തിങ്കളാഴ്ച ദിവസം ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പോൾ ഷിജു അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമുക്ക് എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അത് 5 ദിവസത്തിനുള്ളിൽ വരും, എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പാലക്കാടാണ് പറഞ്ഞു. പ്രോപ്പർ പാലക്കാടല്ലേ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ അവർ വിളിക്കുമ്പോൾ ജില്ലേൻ്റെ പേര് പറയാം. നിങ്ങളുടെ അടുത്തുള്ള എവിടെയെങ്കിലും കൊറിയർ സർവീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏതിലൊക്കെ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നു, വിളിക്കുകയോ പറയച്ചലൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നെ വിളിച്ചത് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞ് 4ാമത്തെ ദിവസം കൊറിയർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഇങ്ങനെ ഒരു പാർസൽ വന്നിട്ടുണ്ട് പറഞ്ഞു. ഞാനും സൗമ്യയും കൂടി പോയിട്ട് പാർസലൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിലുണ്ടല്ലോ, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ആ വീഡിയോ കാണട്ടെ കേസ്. അപ്പോൾ അതിന് 10,000 ഏകദേശം 10,000-ന് മേലെ വില വരുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചിട്ട് 2,000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരുപാട് നല്ലതും ഉണ്ട്. എന്താ പറയുക,
ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ വരുന്ന മറ്റേ എന്താ ശിവകാശിയിൽ നിന്ന് ഇവിടം വരെ എത്തുന്നതിൻ്റെ ആ ട്രാൻസ്പോർട്ടേഷൻ അതിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇല്ലേ ബോക്സൊക്കെ ഒന്ന് ഇളകി എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഞങ്ങൾ കത്തിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അല്ല കേട്ടോ കേസ്. ഇത് നമ്മളങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു, അങ്ങനെ എനിക്ക് കിട്ടിയത്. പിന്നെ ഡെലിവറി ചാർജ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ചാർജ് എത്രയാവുന്നത്. ഞങ്ങൾക്കിപ്പോൾ എനിക്കായത് 750 രൂപയാണ് കേട്ടോ. 800 രൂപ എന്നാണ് അവരുടെ സൈറ്റിൽ കണ്ടത്. ഇവിടെ വിളിച്ചപ്പോൾ അവർ ഞങ്ങൾ സാധനം എടുക്കാൻ പോയപ്പോൾ 750 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വിശ്വസിക്കാം. ചിലവരെയൊക്കെ കബളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ അറിയില്ല കേട്ടോ കേസ്. ചിലവർ കുറേ ദിവസമായിട്ട് ബുക്ക് ചെയ്തിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു കേട്ടോ, നമ്മളെ കബളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് 5 ദിവസം പറഞ്ഞ് 4ാമത്തെ ദിവസം നമുക്ക് പ്രോഡക്റ്റൊക്കെ കിട്ടി. അതിൽ ഹാപ്പിയാണ് കേട്ടോ കേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താണ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ പടക്കം, നമ്മുടെ റിസ്കിൽ തന്നെയാണ് പടക്കം വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളൂ. അത് അല്ലാണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ നേരെ എനിക്ക് അയച്ച കമൻ്റ് ഇട്ടവർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇതിൽ നിന്നാണ് വാങ്ങിയത്, ഇന്ന കമ്പനിയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേസ്. അത് വിശ്വസിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ പോയി വേറെ ഏതെങ്കിലും കമ്പനീൻ്റെയോ അല്ലെങ്കിൽ കണ്ണൻ ക്രാക്കേഴ്സിൻ്റെയോ ഒക്കെ നേരെ വെബ്സൈറ്റിൽ കയറി OTP വരികയാണെങ്കിൽ മാത്രം നമ്മൾ അതിന് പൈസയൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ്. അപ്പോൾ നമുക്ക് ഇനി ക്രാക്കർ പൊട്ടിക്കുന്നതിൻ്റെയും ഒക്കെ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്താ പറയുക, ഇനിയും സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ കുറേ പടക്കക്കടകളുടെ കുറച്ച് വീഡിയോസ് എടുക്കണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ. നല്ല വീഡിയോസ് വരാം. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഞങ്ങളുടെ ചാനലിലൊരു നെമ്മാറ വേലൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്, എല്ലാവരും കാണാം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ചെയ്യട്ടെ ഗൈസ്. കമൻറ്റിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. നന്ദി. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്തത് ഓൺലൈനിൽ നിന്ന് നമുക്ക് നോക്കാട്ടെ കേസ്. ആദ്യം ഞങ്ങൾ ഗൂഗിളിൽ പോയിട്ട് www കണ്ണൻ ക്രാക്കേഴ്സ് എന്ന് അടിച്ചു കേട്ടോ. കണ്ണൻ ക്രാക്കേഴ്സ് എന്ന് അടിക്കുമ്പോൾ അവൻ്റെ സൈറ്റിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ മേലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കുറേ നമ്മൾ മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റുകളായിട്ടാണ് കേട്ടോ ഇനി വരുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം കാണുന്നില്ലേ, ആ ചിഹ്നത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് ഏത് തരം പ്രോഡക്റ്റാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എണ്ണം ആ പ്ലസ്സും മൈനസും ഇല്ലേ, പ്ലസ്സിൽ അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണം കൂടും. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ അതിൻ്റെ റേറ്റും വരും കേട്ടോ. ഇപ്പോൾ 40 രൂപേൻ്റെ ആണെങ്കിൽ നമ്മൾ പ്ലസ്സിൽ 2 തവണ ആയിക്കഴിഞ്ഞാൽ 80 രൂപയാകും. 2 പ്രോഡക്റ്റ് നമ്മുടെ ലെഫ്റ്റിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആ യൂട്യൂബിൻ്റെ ചിഹ്നത്തിലൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആവാണ് അതിൻ്റെ സാമ്പിൾ കാണിക്കേണ്ട നേരെ അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിട്ടേൺ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഓരോ സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിപ്പോൾ അവരുടെ ഒരു പ്രോഡക്റ്റാണ്, അത് നമുക്ക് ഇത് എങ്ങനത്തെയാണ് അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൻ്റെ ചിഹ്നത്തിൽ തൊട്ട് കഴിയുമ്പോൾ നേരിട്ട് അങ്ങോട്ടാണ് പോണത്. ഈ ഐറ്റമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് അത് അവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. നേരെ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബ് അവരുടെ ചാനലിലേക്ക് പോയിട്ട് അത് എങ്ങനെയാണ് ഡാൻസിങ് അംബ്രല്ലൻ്റെ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ബാക്കിലേക്ക് വരാം കേട്ടോ. നമുക്ക് അത് കണ്ടിട്ട് അത് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പ്രോഡക്റ്റിൻ്റെ അവർ യൂട്യൂബിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏത് പ്രോഡക്റ്റാണ് അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളെല്ലാം ഓരോന്നോരോന്നായി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നമ്മളത് ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യുക. ഒരുപാട് റേറ്റ് ഉള്ളതും ഉണ്ട്, റേറ്റ് കമ്മിയായിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് കണ്ണൻ ക്രാക്കേഴ്സിന് ഇങ്ങനെ എന്താ പറയുക ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ പ്രോഡക്റ്റുകളും അതിൽ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനും പറ്റും. അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ ഞാൻ കുറേ സംഭവങ്ങൾ ഞാൻ യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ
ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക. ആവശ്യമില്ല കൂടിക്കഴിഞ്ഞാൽ മൈനസിൽ അമർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് കുറയുന്നതായിരിക്കും കേസ്. അപ്പോൾ അങ്ങനെ കുറേ പ്രോഡക്റ്റുകളിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ വെബ്സൈറ്റിൽ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഒരു മിനിമം 2000 രൂപേൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ തന്നെ ഇവർ നമുക്ക് അയച്ചു തരുള്ളൂ കേട്ടോ കേസ്. അപ്പോൾ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2000 രൂപേൻ്റെ മിനിമം 2000 രൂപയുടെ എങ്കിലും ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ 2000 രൂപയുടെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. നല്ല പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കണ്ണൻ ക്രാക്കേഴ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് വരുത്താൻ പറ്റും കേട്ടോ കേസ്. അപ്പോൾ ഞാൻ കുറേ സംഭവങ്ങൾ ചെയ്തു. ഇനി നേരെ 2000 രൂപ ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ അഡ്രസ്സും ജില്ലയും എല്ലാം ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേസ്. അതിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ് ആവും.